2024 ദിനങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പാടിയ പ്രകാരം അത്രമാത്രം മാധുര്യവാനാണ് എന്ന് അനുഭവിച്ചറിയുവാൻ കൃപ നൽകി. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ ആലയത്തിൽ വീണ്ടും അഭയം പ്രാർത്ഥിച്ചിരിക്കുന്നു. ഈ വർഷാവസാന പുതുവത്സര ആരാധനകൾ കർത്താവേ ഞങ്ങൾ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവേ നിന്ന് പ്രാപിച്ച നന്മകൾക്ക് കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തുതി അർപ്പിക്കുകയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കർത്താവേ ഞങ്ങൾ ജീവിതത്തിൽ അല്പം കൂടി കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ പോകാൻ ഇടയാക്കേണ്ടത് ഞങ്ങളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഈ ദിവസം സൂക്ഷിക്കുന്നവർക്ക് കർത്താവേ ആരാധനയിൽ അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് സന്നിധാനിക്കുന്ന എല്ലാവരെയും കർത്താവിനെ ബലപ്പെടുത്തുവാൻ ദൈവനാമ മഹത്വം സ്തുതിക്കുമായി കീർത്തനങ്ങൾ 209 തമിഴ് മലയാള പാട്ട് പുസ്തകത്തിൽ 48ാമത്തെ പാട്ട് പാടി ഞാൻ കീർത്തനങ്ങൾ 209 തമിഴ് മലയാള പാട്ട് പുസ്തകത്തിൽ 48. We
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊടുക്കുന്ന സെന്റ് ജോർജ് സഭയുടെ ആവശ്യത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന 2 വസ്തുക്കളെ ഇപ്പോൾ അഭിനന്ദനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സഭയുടെ ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കുന്നതാണ്. നമ്മൾ ദിവസം ചേർക്കപ്പെട്ട സ്റ്റാഫ് ബുക്കിലെ അച്ചമ്മൻ എന്ന പ്രിയപിതാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ മക്കള് നൽകപ്പെടുന്ന മേശവരികൾ ആണ് ഒന്ന്. മറ്റൊന്ന് പാറയിൽ ബിജെപി ചാപ്പൻ കുടുംബവും വാങ്ങി നൽകിയിരിക്കുന്ന സഭയ്ക്ക് ആവശ്യമായ പ്രിന്ററാണ്. ഇത് രണ്ടും ആണ് ഇന്ന് പ്രദർശിക്കുവാനായിട്ടുള്ളത്. അശ്വന്റെ മക്കള് ഈ ആരാധനയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാതെ കോട്ടയത്താണല്ലോ. ബിജെപി ചാപ്പോ കുടുംബവും മുന്നോട്ട് സമയത്ത് കടന്നു വരാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സെന്റ് ജോർജ് നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിന്റെ ഉപയോഗത്തിനായി ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കർമ്മേശയിലെ പ്രത്യേകമായ വിരികളും സഭയുടെ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ പ്രിന്ററും നാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ആലയത്തിൽ ഉപയോഗത്തിനായി പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. നിനക്ക് പ്രസാദമുള്ള ആത്മീയമായി ഞങ്ങളെ അർപ്പിക്കുവാൻ നിന്റെ പുത്രൻ മൂലം ഞങ്ങളെ ഒരു ആത്മീയ പുരോഹിത വർഗമായി നിയമിച്ചിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ ആലയത്തിലെ ഉപയോഗത്തിനായി നിന്റെ ദാസന് സമർപ്പിച്ചിരിക്കുന്ന ഈ മേശവിരികളെയും ഈ പിന്തുണയെയും അങ്ങോട്ടൊന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ദാനങ്ങളെ മാത്രമല്ല, ഞങ്ങളെ തന്നെ നിന്റെ പീഠത്തിന്മേൽ അർപ്പിക്കുന്നതിനാൽ നിന്നെ എല്ലായ്പ്പോഴും കൃഷ്ണനോട് ആരാധിക്കുവാൻ കൃപ അറിയണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവായ യേശു മിശിഹായുടെ കൃപ എല്ലാ നാളും കൂടി ആരാധന തുടരാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സർവ്വഹൃദയങ്ങളും നിറഞ്ഞിരിക്കുന്നവയും സകലയാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും എന്ന രഹസ്യങ്ങളും അറിവില്ലാത്തതുമാകുന്നു. ഞങ്ങളെ പൂർണ്ണമായി സ്നേഹിപ്പാൻ വിശ്വാസത്തെ യോഗ്യമായി ബന്ധപ്പെടുത്തുവാനും നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നത് പതിവാക്യമായി ജനങ്ങൾക്ക് പറയാം. നമ്മെ സൃഷ്ടിച്ചതിനും ഓരോ നിമിഷവും നമ്മെ കാത്തു പരിപാലിക്കുന്നതിനും നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, അവയൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവരും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് അർപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതികരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവും ജീവൻ നൽകുന്നവരും നാം ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ചവരുടെ ശരീരത്തിലെ അവങ്ങളായി തീരുന്നതിനും മുഖാന്തരവുമായ പരിശുദ്ധാത്മാവാം ദൈവമേ, ദൈവത്തിന്റെ ഫലമായ കരുണകളും
കൃപകൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഒരു വർഷത്തിന്റെ അവസാനത്തിന്റെ സ്തോത്രത്തോടുകൂടി നാം ദൈവസം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നിന്ന് എന്തിനെല്ലാം നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. ഒരു നിമിഷം മൗനമായി എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം അർപ്പിക്കാം. എണ്ണിയാൽ തീരാത്ത നന്മകളും കൃപകളുമായി മാതൃകാനായ ദൈവതന്ത്രാന്റെ കരുതലും കാവലും സംരക്ഷണവും കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെ പിന്തുടർന്നു. എത്ര വർണ്ണിച്ചാലും അത് വരാത്ത അനുഗ്രഹങ്ങളാൽ നമ്മൾ നടത്തി ദൈവം ഈ ആലയത്തിനുള്ളിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഉള്ളങ്ങൾ തുറന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രതിവാക്യമായി ജനങ്ങൾക്ക് പറയാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് സ്തോത്രം അർപ്പിക്കുന്നതിന് ഭാഗമായി ജനങ്ങൾക്ക് പ്രതിവാക്യമായി ഏറ്റുപ്രവർത്തിക്കാം. സർവനന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഒരു വർഷക്കാലം മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും അങ്ങ് ഞങ്ങളോട് എത്ര കാരുണ്യവാനായിരുന്നു ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ നിങ്ങൾ സമൃദ്ധിയായി അനുഭവിച്ച നന്മകൾക്കായും ഈ സമയം വരെ ഞങ്ങളെ കാത്തിപ്പോൾ ഈ ദേവാലയത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ പറക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനായി ചിന്തിക്കുവാൻ, മനസ്സും പ്രവർത്തിക്കുവാൻ, കരങ്ങളും സ്നേഹിക്കുവാൻ ഹൃദയവും ഞങ്ങൾക്ക് നൽകുന്നതിനായി ഈ അത്ഭുത പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യവിചാരകരായി ഞങ്ങളെ തീർത്തതിനാലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കുടുംബത്തിനും സ്നേഹിതർക്കും വേദികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഞങ്ങളുടെ പുത്രനായ യേശുക്രിസ്തുവിനെ വീണ്ടെടുക്കുകയും ഞങ്ങളെ വിളിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും നിന്റെ സഭയുടെ സാക്ഷ്യത്തിലും ഞങ്ങൾക്ക് ഒരു സ്ഥാനം നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കാലത്തിൽ ഞങ്ങളുടെ പ്രകാശമായിരിക്കുന്നു. ഞങ്ങളുടെ കഷ്ടകാലങ്ങളിലും ദുഃഖങ്ങളിലും പരീക്ഷകളിലും നീ ഞങ്ങൾക്ക് ഉറപ്പുള്ള പാറയായും സന്തോഷവേളയിൽ ഞങ്ങളുടെ ആനന്ദം, ഞങ്ങളുടെ ധ്വാനത്തിൽ നീ ഞങ്ങളുടെ ഏറ്റവും മതിയായ പ്രതിഫലവുമാകിയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. പാപസ്വീകാരം നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ദൈവഭാവൻ നമ്മെ തന്നെ കൂടി പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. എത്രയോ നന്മകൾ ദൈവം നമുക്ക് ദിനത്തോട് നൽകുമ്പോഴും നമ്മുടെ കുറവുകളെ നോക്കാതെ, ബലഹീനങ്ങൾ നോക്കാതെ കാരുണ്യവാനായ ദൈവം ആയുസ് നൽകി, ആരോഗ്യം നൽകി, എണ്ണിയാറുകാത്ത നന്മകൾ നൽകി നമ്മൾ അവിടെ നടത്തുമ്പോൾ ദൈവത്തോട് നാം ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം അനുഭവിക്കാം. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു, ദൈവം ആഗ്രഹിക്കാത്ത സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ദൈവം നൽകപ്പെട്ട കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടുമൊക്കെയും നാം ദൈവത്തോട് എത്രയോ പാപങ്ങൾ ചെയ്തിരിക്കുന്നു. പലപ്പോഴും നാം സ്വയം ന്യായീകരണത്തിൽ ദൈവം ഭാഗം നിൽക്കുമ്പോൾ വചനം പറയുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് മത്സരമുള്ളവരെ, ഒരു പുതിയ വർഷത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ ഈ ആലയത്തിനുള്ളിൽ ആക്കി നിൽക്കുമ്പോൾ, ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ കുറവുള്ളവനാണ്, നിങ്ങളുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. പുതിയ ശുദ്ധീകരണത്തോടുകൂടി പുതിയ വർഷത്തിൽ പ്രവേശിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഒരു നിമിഷം
നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് കാൽവറിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒന്ന് ഉയർത്താം. ഓരോ അപേക്ഷത്തിനാലെ കർത്താവേ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന പ്രതിവാക്യമായി നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ പുത്രൻ മുഖാന്തരം ഒരു വിശുദ്ധ ജീവിതം നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവിടുന്ന് പഠിക്കുന്നുള്ള ഞങ്ങളുടെ സാവധാനതയും കർത്താവിനെ പിന്തുടരുന്നുള്ള ഞങ്ങളുടെ പരാജയം, കർത്താവിനെ കുരിശ് വഹിക്കുന്നതിനുള്ള ഞങ്ങളുടെ വൈമുഖ്യം ഞങ്ങൾ ലക്ഷ്യോടെ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ശുഷ്കതയും വിശുദ്ധ കൂട്ടായ്മയിലും കൃപാവികളെ ഉപയോഗിക്കുന്നതിനും വന്നുപോയ ഞങ്ങളുടെ അപേക്ഷയും യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനുള്ള ഞങ്ങളുടെ വൈമനസ്യവും നിന്റെ ശുശ്രൂഷാരംഗത്ത് നിങ്ങളുടെ ചുമതലകൾ ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങൾ പണി കാണിച്ചതും ഞങ്ങളുടെ ദാനങ്ങളെ വിശ്വസ്തത കൂടി കൈകാര്യം ചെയ്യുന്നതിൽ വന്നുപോയ കുറവുകളും ബലഹീനത ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് സ്നേഹം എത്ര അല്പമായി മാത്രം മറ്റുള്ളവരിലേക്ക് പകരപ്പെടാനിടയായിട്ടുള്ളൂ എന്നതും വിധി കൽപ്പിക്കുന്നതിൽ ഞങ്ങൾ ആലോചനയില്ലാത്തവരും കുറ്റപ്പെടുത്തുന്നതിൽ വേഗതയുള്ളവരും ക്ഷമിക്കുന്നതിൽ ലബ്ധരും നിരപ്പാകുന്നതിൽ മന്ദതയുള്ളവരും അയൽക്കാരെ വേണ്ടതുപോലെ സഹായിക്കുവാൻ ഒരുക്കമില്ലാത്തവരുമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥന എന്റെ പിന്നാലെ നിങ്ങൾക്ക് ഏറ്റു പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങയുടെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്തിൽ പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ദൈവമേ, ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് പ്രിയതും സ്ഥിരവുമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ. ആമേൻ. സർവകൃപാലുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി തിരുവിധപ്രകാരം ജീവിപ്പാൻ നിരന്തരം സഹായിക്കുമാറാകട്ടെ. പാഠം വാസിக்க வேண்டிய முதலாம் வேத பாடம் ஏசாயா தீர்க்கதரிசியின் புஸ்தகம் 1ஆம் அதிகாரம் 1-20 வரை. ஆமோதின் குமாரனாகிய ஏசாயா யூதாவின் ராஜாக்களாகிய உசியா, யோதாம், ஆகாஸ், எசேக்கியா என்பவர்களின் நாட்களில் யூதாவையும் எருசலேமையும் குறித்து கண்ட தரிசனம். வானங்களே கேளுங்கள், பூமியை செதுக்கொடு, கர்த்தர் பேசுகிறார். நான் பிள்ளைகளை வளர்க்க ஆதரித்தேன்,
அவர்களோ எனக்கு விரோதமாய் கலகம் பண்ணினார்கள். மாடு தன் எஜமானையும் கழுதை தன் ஆண்டவனின் முன்னணையும் அறியும். இஸ்ரவேலோ அறிவில்லாமலும் என் ஜனம் உணர்வில்லாமலும் இருக்கிறது என்கிறார். ஐயோ, பாவமுள்ள ஜாதியும் அக்கிரமத்தால் பாரம் சுமந்த ஜனமும் கொள்ளாதவர்களின் சந்ததியும் கேடுண்டாக்குகிற புத்திரருமாய் இருக்கிறார்கள். கர்த்தரை விட்டு இஸ்ரவேலின் பரிசுத்திற்கு கோபம் உண்டாக்கி பின்வாங்கி போனார்கள். இன்னும் நீங்கள் ஏன் அடிக்கப்பட வேண்டும்? அதிகமாய் விலகி போகிறீர்களே. தலையெல்லாம் வியாதியும் இருதயமெல்லாம் பலச்சயமுமாய் இருக்கிறது. உங்களால் தொடங்கி உச்சந்தலை மட்டும் அதிலே சுகமே இல்லை. அது காயமும் வீக்கமும் நொதிக்கிற ரணமும் உள்ளது. அது சீர்பிக்கப்படாமலும் கட்டப்படாமலும் எண்ணெயினால் ஆற்றப்படாமலும் இருக்கிறது. உங்கள் தேசம் பாழாயிருக்கிறது. உங்கள் பட்டணங்கள் அக்கினியினால் சுட்டெரிக்கப்பட்டது. உங்கள் நாட்டை அந்நியர் உங்கள் கண்களுக்கு முன்பாக பட்சிக்கிறார்கள். அது அந்நியரால் கவிழ்க்கப்பட்ட பால் தேசம் போல் இருக்கிறது. சீயோன் குமாரத்தி திராட்சை தோட்டத்தில் உள்ள ஒரு குச்சி போலவும் வெள்ளரி தோட்டத்தில் உள்ள ஒரு குடிசை போலவும் முற்றுகை போடப்பட்ட ஒரு பட்டணம் போலவும் மீந்திருக்கிறாள். சேனைகளின் கர்த்தர் நமக்கு கொஞ்சம் மீதியை வைக்காதிருந்தாரானால் நாம் சோதோமை போலாகி குமராவுக்கு ஒத்திருப்போம். சோதோமின் அதிபதிகளே, கர்த்தருடைய வார்த்தையை கேளுங்கள். குமராவின் ஜனமே, நமது தேவனுடைய வேதத்திற்கு செவி கொடுங்கள். உங்கள் பலிகளின் திரள் எனக்கு என்னத்துக்கு என்று கர்த்தர் சொல்லுகிறார். ஆட்டுக்கடாக்களின் தகன பலிகளும் கொழுத்த மிருகங்களின் நினமும் எனக்கு ஆரோசிகமாய் இருக்கிறது. காளைகள் ஆட்டுக்குட்டிகள் கடாக்களுடைய இரத்தத்தின் மேல் எனக்கு பிரியமில்லை. நீங்கள் என் சந்நிதியில் வரும்போது என் பிரகாரங்களை இப்படி மிதிக்க வேண்டும் என்று உங்களிடத்தில் கேட்டது யார்? இனி வீண் காணிக்கைகளை கொண்டு வர வேண்டாம். தூபம் காட்டுதல் எனக்கு அருவருப்பாயிருக்கிறது. நீங்கள் அக்கிரமத்தோட ஆசிரிக்கிற மாத பிறப்பையும் ஓய்வு நாளையும் சபை கூட்டத்தையும் நான் இனி சகிக்க மாட்டேன். உங்கள் மாத பிறப்புகளையும் உங்கள் பண்டிகைகளையும் என் ஆத்துமா வெறுக்கிறது. அவைகள் எனக்கு வருத்தமாயிருக்கிறது. அவைகளை சுமந்து இழைத்து போனேன். நீங்கள் உங்கள் கைகளை விரித்தாலும் என் கண்களை உங்களை விட்டு மறைக்கிறேன். நீங்கள் மிகுதியாய் ஜெபம் பண்ணினாலும் கேளேன். உங்கள் கைகள் இரத்தத்தினால் நிறைந்திருக்கிறது. உங்களை கழுவி சுத்திகரியுங்கள். உங்கள் கிரியைகளின் பொல்லாப்பை என் தலைகளுக்கு மறைவாக அகற்றிவிட்டு தீமை செய்தலை விட்டு ஓயுங்கள். நன்மை செய்ய படியுங்கள். நியாயத்தை தேடுங்கள். ஒடுக்கப்பட்டவனை ஆதரித்து திக்கற்ற பிள்ளையின் நியாயத்தையும் விதவையின் வழக்கையும் விசாரியுங்கள். வழக்காடுவோம் வாருங்கள் என்று கர்த்தர் சொல்லுகிறார். உங்கள் பாவங்கள் சிவேரென்றிருந்தாலும் உறைந்த மழையை போல் வெண்மையாகும். அவைகள் இரத்தாம்பர சிவப்பாயிருந்தாலும் பஞ்சை போல் ஆகும். நீங்கள் மனம் பொருந்தி செவி கொடுத்தால் தேசத்தின் நன்மையை புசிப்பீர்கள். மாட்டோம் என்று எதிர்த்து நிற்பீர்களாகில் பட்டயத்துக்கு இரையாவீர்கள். கர்த்தரின் வாய் இதை சொல்லுகிறது. வாசிக்க வேண்டிய வேதப்படம் வாசித்தாயிற்று. സങ്കീർത്തനവേദ ഭാഗം ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 89-ാം സങ്കീർത്തനം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 89 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറയോളം എന്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. എന്റെ വൃദ്ധനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. യഹോവേ,
സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയും സ്തുതിക്കൂ. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരരും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. അവരുടെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതമാകുന്നു. ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയുള്ള ദൈവവചനത്തെ ശ്രദ്ധിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെയുള്ള ദൈവവചനം. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ച് ഉരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പിക്കാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിൽ ആക്കി. കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞ് നോവിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും താനിട്ടുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസ്തത്തിൽ വീടടക്കം ആനന്ദിച്ചു. വായിക്കുന്ന രണ്ടാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു.
വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം കേൾപ്പേൻ. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം കേൾപ്പേൻ. യേശു യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുകനാകുമ്പോൾ പുരുഷാരം നോക്കാൻ കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുമ്പോട്ടോടി യേശുവിനെ കാണേണ്ടത് കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കിയ സഖായി വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് സഖായി പറഞ്ഞു. ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ ഭാവിയായ മനുഷ്യരുടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പുറപ്പെട്ടു. സഖായിയോ, നിങ്ങളുടെ കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വലതഞ്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ, ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള സുവിശേഷം. നാം നിൽക്കവേ തന്നെ ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് ചേർന്ന് നമുക്ക് പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങും. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇത്രത്തോളം നാളത്തെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഇത്രത്തോളം ജയം നൽകിയ ദൈവം വ്യക്തിപരമായി, കുടുംബമായി, സഭയായി ജയം നൽകിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Video
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദിവസം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തിന് നാം സ്തോത്രം അർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നത് നന്മകൾക്ക് വേണ്ടി മാത്രമല്ല, നാം അനുഭവിച്ച സകല കഷ്ടതകൾക്കും, നാം അനുഭവിച്ച എല്ലാ വൈതരണികൾക്കും നാം ദൈവത്തോട് നന്ദി അർപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നാം വീണ്ടും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 155 വർഷക്കാലം ഈ സഭയെ ദൈവം നടത്തി. ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. പ്രത്യേകിച്ച് ഇക്കാലം അത്രയും സഭയ്ക്ക് നേതൃത്വം നൽകിയതായ എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്ക് വേണ്ടി, മറ്റെല്ലാ സംഘങ്ങൾക്ക് വേണ്ടി, അതിന് ചുമതലക്കാർക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ സഭയുടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അശോകത്തിന് വേണ്ടി, അധ്യക്ഷന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആമോസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ആവശ്യ ഭാരത്തിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിവിധ ആവശ്യ ഭാരത്തിൽ കഴിയുന്നവരുണ്ട്. പുതിയ വർഷം ഏറെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നതുണ്ട്. അവരെല്ലാം ഓർത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠന സംബന്ധമായി വിദേശത്തേക്ക് കടന്നുപോയിരിക്കുന്ന നമ്മുടെ സഭയിലെ 8 വിദ്യാർത്ഥികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവിക സംരക്ഷണം കൃപയും അവരനുഭവിക്കേണ്ടതിന് ദൈവകാര്യങ്ങളെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയിരിക്കുന്ന നമ്മുടെ സഭാംഗങ്ങളെ ദൈവകാര്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്രകാരം അവരായിരിക്കും ദേശങ്ങളിൽ ദൈവകൃപയിൽ അവരെന്നും നിലനിൽക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പഠന സംബന്ധമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി, കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡേ സ്കോളേഴ്സ് ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം നമ്മുടെ സഭയിൽ ജോലി സംബന്ധമായിട്ട് വിവിധ ദേശങ്ങളിലേക്ക് വരുന്ന സഭാജനങ്ങൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. എന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വലിയ ധൈര്യവും ആത്മവിശ്വാസവും ദൈവാശ്രയത്തിൽ അവർ വളരെ സഹായിക്കുന്നുണ്ടല്ലോ. അതിനായി സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലായിരുന്നിട്ടും ദമ്പതികളായിരിക്കുമ്പോഴും തലമുറകളെ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശിഷ്യാൽ ദൈവസന്നിധിയിൽ അത് ഈ പുതിയ വർഷത്തില് തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ദൈവം അനുഗ്രഹത്തെ നൽകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലാതിരിക്കുന്ന അനേക വ്യക്തികൾ നമ്മുടെ സഭയിലുണ്ടല്ലോ. ഏറെക്കാലം ഈ എസ്റ്റേറ്റിലൊക്കെ അധ്വാനിച്ചിട്ടും ഒരു സ്വന്തമായ ഭൂമി ഇല്ലാതെ, സ്വന്തമായ ഭവനമില്ലാതെ വേദനിക്കുന്ന അനേകം നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്. അവരെല്ലാം ദൈവം സങ്കടങ്ങളെ മാറ്റുവാൻ അനുഗ്രഹത്തെ ചൊരിയേണ്ടതിന് ദൈവകരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷാല് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഐസിയുലായിരിക്കുന്ന, സ്റ്റെപ്പ് ഡൗണിലായിരിക്കുന്ന നമ്മുടെ GM സാമ്രാജ്യ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പിതാവിന് ഓപ്പറേഷൻ കഴിഞ്ഞുവെങ്കിലും പനിയുടെ സാന്നിധ്യം ഉണ്ട് എന്നറിയുന്നു. ആ ഫീവറിന്റെ അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായി മാറി ആരോഗ്യത്തിലൂടെ ആയിരിക്കണമെന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാമ്രാജ്യ സാറിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന മകളുടെ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദൂരത്തിനും ശുശ്രൂഷിക്കും അവർ ആത്മാർത്ഥമായ അധ്വാനത്തിനുമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്രകാരം സ്തോത്രം ഹല്ലേലൂയ. ഗുഡാൻസിലെ രാജൻ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മകന്റെ എല്ലാ ബലഹീനതകളെയും കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ഗുഡാന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം ആശ്വാസം തരാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാംഗമായി ഏറ്റുമാനൂർ താമസിക്കുന്ന വട്ടപ്പറമ്പിലെ നെരുകുട്ടിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോഴും ക്ഷണാവസ്ഥയിലാണ്. ഈ ശുശ്രൂഷ വന്ന് സംബന്ധിക്കാൻ അവർ ആഗ്രഹിച്ചതാണെന്നാലും നമ്മുടെ ശരീരത്തിന്റെ ബലഹീനങ്ങൾ വർദ്ധിച്ചു വരുന്നുവല്ലോ. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്രകാരം കലപ്പാറിൽ സുരക്ഷ എല്ലാതൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രി ചികിത്സയിലായിരിക്കുന്നവല്ലോ ഈ ആരാധനകളൊക്കെ നമ്മോടൊപ്പം വന്ന് സംബന്ധിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ട്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം സുരേഷിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യങ്ങളിൽ ബലഹീനമായ അവസ്ഥയോടെ ഭവനങ്ങളിലോ ഹോസ്പിറ്റലോ അറിവില്ലാതെയായിരിക്കുന്നുവെങ്കിൽ ഭാവന്റെ സൗഖ്യമാക്കുന്ന കാര്യങ്ങളാൽ വിടിവിക്കേണ്ടതിന് സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന നമുക്ക് അർപ്പിക്കാം. അതെ, സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന
അത് രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നതാണ്. ആത്മഭാരത്തോടെ എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെതിരെ അപ്രകാരം നമ്മുടെ സഭയിലെ കടഭാരത്താകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളായ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന പ്രവർത്തനത്തിന് വേണ്ടി വിവിധങ്ങളായ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സഭയ്ക്ക് നൽകുകയും ചെയ്ത എല്ലാവരെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്താം അനേക ജനങ്ങള് അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തോട് നമ്മുടെ സഭ നടത്തുന്നതിനായ ദൈവത്തിന് മഹത്വം സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, ദേശത്തുള്ള സകലജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വായിക്കുന്ന നബിയസ്ക്ക് വേണ്ടി, അച്ഛനക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ദൈവം അവരെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നിർവഹിക്കാൻ ആത്മാവിന്റെ കൃപ നൽകേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാവിശ്വാസത്തിന് വേണ്ടി, എല്ലാ ശബ്ദങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കമ്മിറ്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹായുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, മഹായുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വർത്തമാസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ദൈവരാജ്യത്തിന്റെ വർദ്ധനവും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരേണ്ടതിന് ദൈവകരങ്ങളെല്ലാം സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാത്മക കാര്യത്തിന് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, അധികാരത്തുള്ള മറ്റെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. താല്പര്യരെ നമ്മുടെ നാം സപ്പോർട്ട് ചെയ്യുന്ന ഡൽഹിയിലെ നന്ദികാരന് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക ദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മക്കള് വിവാഹം കഴിച്ച് അയച്ചവരൊക്കെ വളരെ ദേശങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. അവരുടെ പിതാക്കന്മാര് അവരെ കരങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന ഒരു ആലയമാണ്. ആത്മീയ ആദ്യപാഠങ്ങൾ പഠിപ്പിച്ച ആലയമാണ്. ആ ഓർമ്മ അവരുടെ തെങ്ങി നിൽക്കുന്നുണ്ട്. അതിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ച കൂട്ടായ്മയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ ദൈവം അത് സാധ്യമാക്കി തരാണ് ദൈവത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ജനത്തിന്റെയും വിവിധ മാർഗങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം 30, 60, 100 പേരെ അനുഗ്രഹം അയക്കേണ്ടതിന് ദൈവകരങ്ങൾ സമർപ്പിക്കാം. നാളത്തെ ആദ്യവരെ പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ദൈവനാമത്തിൽ മഹത്വമാക്കി തരേണ്ടതിന് ദൈവകരങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കൂടി മൗനമായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കി നാം സമർപ്പിച്ച പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കരുണവാനായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും കർത്താവ് ശ്രദ്ധയോടെ കേട്ട് ഉത്തരം നമുക്ക് വഹിക്കാൻ നിന്നുമാണ് സ്തോത്രം. ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ കർത്താവെ 255 വർഷക്കാലം ഈ സഭയ്ക്ക് നേതൃത്വം നൽകിയ വിവിധ ശുശ്രൂഷകളെയും കമ്മിറ്റികളെയും ഒക്കെ നിങ്ങൾ സ്തോത്രം ചെയ്ത കർത്താവേ, ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ 135 കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ ആ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശിഷ്യാങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ കുഞ്ഞുങ്ങള് പല ദേശങ്ങളിൽ പഠിക്കാൻ പോയിട്ടുണ്ട്, സ്വദേശത്തായിരിക്കുന്നവർക്ക് അവരെല്ലാം കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ചതിയും വഞ്ചനയും നിറഞ്ഞ ലോകത്തിൽ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ ഏറെ കൃപ പ്രാപിച്ചവരാണ് ദൈവം അശുദ്ധമായതിൽ നിന്ന് മാറി നിൽപ്പാൻ, വിശുദ്ധമായ ജീവിതമാർഗം നയിപ്പാൻ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കർത്താവ് സഭയിലും വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അനേക കുഞ്ഞുങ്ങളുടെ കർത്താവ് ദൈവമായി അനുഗ്രഹിക്കണമേ. നമ്മളല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. അവരെ നിന്നെ മാറ്റുമാറാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്രകാരം ഭവനം പണിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അനുഗ്രഹത്തെ നൽകുമാറാകാൻ പ്രാർത്ഥിക്കട്ടെ. വിശിഷ്യായ രോഗാവസ്ഥ കഴിയുന്ന പ്രിയപ്പെട്ടവരെ കൂടി സർവശക്തമായ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന്റെ കരത്തിന്റെ മകന്റെ കർത്താവേ, അത് നടുവിന്റെ ഭാഗങ്ങൾ കർത്താവേ, ആ രോഗമായ ഭാഗങ്ങൾക്ക് സ്പർശിക്കുമാറാണ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മുറിവുകളെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ.
ദൈവത്തിന്റെ കരങ്ങളാൽ സൗഖ്യം പ്രാപിക്കാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു കർത്താവെ രോഗാവസ്ഥക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നിങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ ആരാധന സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബജീവിതങ്ങളുടെ ആവശ്യങ്ങളെ, ഹൃദയത്തിന്റെ ഭാരങ്ങളെ, കർത്താവിന്റെ പ്രാർത്ഥനകളെ ദൈവമേ ശ്രദ്ധയോടെ കേൾക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആരാധന സംബന്ധിക്കുന്ന സകല ജനങ്ങളെയും ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചാൽ പല ദേശങ്ങളിൽ നിന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന ഞങ്ങളുടെ തലമുറകളുടെ ഭാവേ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഭാവേ, ഞങ്ങളുടെ സമീപത്തുള്ള ഇഷ്ടങ്ങളെയും നേതൃത്വമുള്ളവരെ എല്ലാ ഓർമ്മകളും പ്രാർത്ഥിക്കുന്ന ഭാവേ, ദേശത്തുള്ള സകല ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാവേ രാജ്യത്തിനുള്ള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവമേ എല്ലാവരെയും സഹായിക്കുന്നു പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സഹോദരി സഹോദരിക്കുന്ന സഭയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി കൊച്ചുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നയിപ്പാൻ ഏറിയ ഞാൻ കൃപയിൽ ആത്മാവിന്റെ ശക്തി കൊടുത്ത് അനുഗ്രഹിക്കുന്നേ പ്രാർത്ഥിക്കുന്നു. കൊച്ചിനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരും ശുശ്രൂഷകരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരവാഹികൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘങ്ങളെ ചുമതലക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുവാനാണ് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ഉപസഭകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ എന്ന വിശ്വദേശത്തിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രകാരം പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം സർവശക്തനായ കാര്യങ്ങൾ സമർപ്പിക്കട്ടെ. ഈ അവസാന ആരാധനയിൽ പങ്കെടുക്കുന്ന കർത്താവെ, ഞാൻ പ്രാപിച്ച കൃപകൾക്ക് നന്ദി അർപ്പിക്കുമ്പോഴും കർത്താവ് പുതിയ തീരുമാനത്തോടെ ദിവസത്തോടെ മടങ്ങി പോകാൻ ഞങ്ങളെ തന്നെ പുനഃപ്രതിഷ്ഠിച്ച് ഏൽപ്പിക്കുവാനായിട്ട് ദൈവകൃപ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സൂക്ഷിക്കുന്ന കൂട്ടുവരുത്തുന്ന മകത്വം മുകളിൽ യേശുവിന്റെ തന്നെ. നമ്മുടെ ആണ്ടവസാന ആരാധനയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇപ്പോൾ ഗായക സംഘവും അതുപോലെ തന്നെ തിരുമേനും ദേവാലയത്തിന്റെ ആരാധനയിലേക്ക് പോവുകയും അവിടെ നിന്ന് പുതുവർഷത്തിലെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. ജനങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കാം, എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. മെഴുകുതിരി നിങ്ങൾക്ക് തരുന്നതാണ്. ലൈറ്റുകൾ ഓഫാക്കി മെഴുകുതിരി കത്തിച്ച് നിരസൂര്യനെ നോക്കി നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.